സാധ്യമായ അതാണ് കുടജാദ്രി മലയുടെ ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത്. നമ്മളൊക്കെ ദർശിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതും ആ സർവജ്ഞ പീഠം. പിന്നെ കുടജാദ്രിയുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, മൂകാസുരൻ എന്ന തപസ് ചെയ്തിട്ട് പല വരങ്ങളും ചോദിച്ചു. അപ്പോൾ ദേവി വരങ്ങൾ കൊടുത്തു. വരങ്ങൾ കിട്ടിയപ്പോൾ അസുരൻ അഹങ്കാരിയായിരിച്ചു. അവസാനം ദേവി തന്നെ വധിക്കുകയും അവൻ്റെ സംസാരശേഷി ഇല്ലാണ്ടാക്കുകയും ചെയ്തു. ഉടനുകൻ സംസാരിക്കാൻ പറ്റാത്തവൻ എന്നുള്ള അങ്ങനെയാണ് ദേവി മൂകാംബിക എന്ന പേര് വന്നതെന്നും ചെറിയൊരു ഐതിഹ്യമുണ്ട്. കടക്കാൻ പറ്റും. ആദ്യ ശങ്കരാചാര്യർ സർവജ്ഞപീഠം, അതായത് ആ കുടജാദ്രി മല കയറിക്കഴിഞ്ഞാൽ സർവജ്ഞപീഠം കയറി എന്നാണ് ഒരു എല്ലാവരും വിശ്വസിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിലെ സർവപാപങ്ങളും തീർന്നു എന്നാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ മൂകാംബികാദേവിയുടെ മൂലസ്ഥാനം അവിടെയാണ്. നമ്മൾ ഈ യാത്ര കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനും പഴമയിലേക്കൊന്നും ആഴ്ന്നിറങ്ങി അവിടുത്തെ ഒരു അമ്പലത്തിൽ പോകുന്നത് എന്നതിനുപരി ആ അമ്പലത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ മനസ്സിലാക്കാനും പഴയ കഥകളാണ് അതൊക്കെ അറിയാനുള്ള ഒരു സമയവും നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് ഓരോ പുണ്യസ്ഥലങ്ങളും വെറുതെ അല്ല ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ വലിയൊരു കഥകളുണ്ട്. ചിലപ്പോൾ അത് ത്യാഗത്തിൻ്റെതാവാം. സുഹൃത്തുക്കളെ, ഞാൻ ഏകദേശം 9 കിലോമീറ്റർ തീർന്ന് ബന്ധപ്പെട്ടതാവാം. അങ്ങനെ 9 കിലോമീറ്റർ താങ്ങി കുടജാദ്രി മലയുടെ തൊട്ട് താഴേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തത് നടന്ന് കയറാൻ